Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാർട്ടിൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. കണ്ടാൽ മാത്രം പോരാ, കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ഏത് വീഡിയോ കണ്ടാലും അതിനെക്കുറിച്ച് നോട്ട് എഴുതി വെക്കണം. അത് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും വീട്ടുകാരൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20 വാക്കുകളെ കുറിച്ചാണ്. അതായത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സീരീസാണ് വൊക്കാബുലറി. ഞാൻ വൊക്കാബുലറി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ചില ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് 20 വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ വൊക്കാബുലറി കുറച്ചുകൂടെ റിച്ച് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും 2-3 പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് 20 വാക്കുകൾ പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെറ്റ് ഓഫ് വേർഡ്സിലേക്ക് പോകാം. ഇവിടെ നമ്മൾ തരുന്നത് സെറ്റായിട്ടുള്ള വാക്കുകൾ, പെയറായിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. വേറൊന്നുമല്ല, ഓരോ വാക്കിൻ്റെയും ബേസ് ഫോമും പാസ്റ്റ് ഫോമും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആദ്യത്തെ വാക്കുകൾ ജസ്റ്റ് ഒന്ന് കാണാം. ഫൊർഗെറ്റ് എന്ന് വെച്ചാൽ എന്താ? മറക്കുക. എന്നാൽ മറന്നു എന്നെങ്ങനെ പറയും? ദാറ്റ്സ് ഫൊർഗോട്ട്. കണ്ടോ? ബേസ് ഫോം എന്താണ്? ഫൊർഗെറ്റ്. എന്നാൽ പാസ്റ്റ് ഫോം എന്താണ്? ഫൊർഗോട്ട്. ഡിഫറൻസ് മനസ്സിലായല്ലോ? അപ്പോൾ ഈ എല്ലാ വാക്കുകളും, നമുക്കുള്ള വാക്കുകളെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. 10 വാക്കുകളാണുള്ളത്. അതിൻ്റെ 10 പാസ്റ്റ് ഫോം നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ 20 വാക്കുകളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൊർഗെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മറക്കുക. ഫൊർഗോട്ട് എന്ന് വെച്ചാൽ മറന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെന്റൻസിലേക്ക് പോയാലോ? ഇതിൻ്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. വൈ ഡു യു ഫൊർഗെറ്റ് ഇറ്റ് ഓൾ ദ ടൈം? നീ എന്താ എപ്പോഴും ഇത് മറന്നു പോകുന്നത്? അല്ലെ, നമ്മൾ പലപ്പോഴും പലരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. പലരും നിരന്തരമായിട്ട് മറന്നു പോകുമ്പോൾ വൈ ഡു യു ഫൊർഗെറ്റ് ഇറ്റ് ഓൾ ദ ടൈം? വൈ ഡു യു ഫൊർഗെറ്റ് ഇറ്റ് ഓൾ ദ ടൈം? അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാസ്റ്റ് എന്ന് കാണാം. മറന്നു എന്നാണ് പാസ്റ്റ് ഫോമിന്റെ മീനിങ്, അതായത് ഫൊർഗോട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോവാം. ഫൊർഗെറ്റിന്റെ പാസ്റ്റ് ഫൊർഗോട്ട് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിന്റെ മലയാളം എന്താണ്? മറന്നു, അല്ലെ? സെന്റൻസ് ഇങ്ങനെയാണ്: ഐ ഫൊർഗോട്ട് ടു ബ്രിങ് ഇറ്റ്. ഐ forgot to bring it. അയ്യോ, ഞാനിത് കൊണ്ടുവരാൻ മറന്നുപോയി, അല്ലേ? ഞാനിത് കൊണ്ടുവരാൻ മറന്നുപോയി. ഐ forgot to bring it. ഒന്ന് പറഞ്ഞ്, ഐ forgot to bring it. അപ്പോൾ forget എന്ന് വെച്ചാൽ മറക്കുക, forgot എന്ന് വെച്ചാൽ മറന്നു. ക്ലിയർ ആയല്ലോ? രണ്ടിൻ്റെ ഓരോ എക്സാമ്പിൾസും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വാക്കുകൾ പഠിച്ചു. പറ്റുമെങ്കിൽ നിങ്ങളിത് ബുക്കിൽ എഴുതി വെക്കുക, കൃത്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക. forget and forgot, forget and forgot. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഓഫ് വാക്കുകളിലേക്ക് പോകാം കേട്ടോ. അതായത് 3-ാമത്തെ 4-ാമത്തെ വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു കിണർ കുഴിക്കുന്നതിന് നമ്മൾ എങ്ങനെ പറയുക? ഡിഗ് എ വെൽ. ഡിഗ് എ വെൽ. കിണർ കുഴിക്കുക. ചെറിയ കുഴിയാണെങ്കിലും വലിയ കുഴിയാണെങ്കിലും ഇതൊക്കെ സെയിം ആണ് കേട്ടോ. ഡിഗ് എന്ന് തന്നെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദേ ഡിഗ് ദ ഫാം, അല്ലേ? അവർ ഫാം കുഴിക്കുക, ഫാമിലി കിളയ്ക്കുക എന്നൊക്കെ പറയില്ലേ? സെയിം അർത്ഥമാണ് ദേ ഡിഗ് ദ ഫാം. ഇനി ഇതിന്റെ പാസ്റ്റ് എന്താണ്? ഡഗ്. ഡഗ് എന്ന് പറഞ്ഞ് ഡഗ്. ഓക്കെ, നമുക്കൊരു ചെറിയ എക്സാമ്പിൾ കാണാം. നമ്മുടെ പറമ്പിലുള്ള കള, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലുള്ള കളകൾ എന്ന് വെച്ചാൽ എന്താ? അനാവശ്യമായ ചെടികൾ നമ്മൾ പിഴുതു കളഞ്ഞു, പറിച്ചു കളഞ്ഞു എന്ന് പറയില്ലേ? എന്താണ്? ദേ ഡഗ് ഔട്ട് ഓൾ ദ വീഡ്സ് ഫ്രം ദ ഫാം. ദേ ഡഗ് ഔട്ട് ഓൾ ദ വീഡ്സ് ഫ്രം ദ ഫാം. അനാവശ്യമായിട്ടുള്ള എല്ലാ ചെടികളും കളകളും അവർ പറിച്ചു കളഞ്ഞു. ദേ ഡഗ് ഔട്ട് ഓൾ ദ വീഡ്സ് ഫ്രം ദ ഫാം. ക്ലിയർ അല്ലേ? അപ്പോൾ 2 വാക്കുകൾ പഠിച്ചു. വീണ്ടും ഡിഗ് ആൻഡ് ഡഗ്. കുഴിക്കുക, കുഴിച്ചു. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ് ഡിഗ് ആൻഡ് ഡഗ്. ഇത് യൂസേജ് മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലാക്കി എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം. നീൽ. നീൽ. സ്പെല്ലിംഗ് ഉണ്ട്, ഒരു കെ ഇവിടെ ഉണ്ട് കേട്ടോ. കെ ഇല്ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പോലും ഇതിന്റെ ഉച്ചാരണം എന്താണ്? നീൽ എന്നാണ്. നീൽ. ആ കെ സൈലന്റ് ആണ് കേട്ടോ. നീൽ എന്ന് വെച്ചാൽ എന്താ? മുട്ടുകുത്തുക, മുട്ടുകുത്തുക. നീൽ എന്ന് പറയുന്ന വാക്ക് നമുക്കൊരു സെന്റൻസിൽ ഉപയോഗിച്ച് നോക്കിയാലോ? നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയുടെ എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എടുക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ സാധാരണ ഗ്രൂപ്പ് ഫോട്ടോയിൽ എന്താ സംഭവിക്കുന്നത്? ദ ടോളസ്റ്റ് വൺസ് സ്റ്റാൻഡ് അറ്റ് ദ ബാക്ക്, അല്ലേ? ആ വലിയ പൊക്കമുള്ള ആളുകളൊക്കെ പുറകിൽ നിൽക്കും. ആൻഡ് ദ ഷോർട്ടർ വൺസ് ആർ ആസ്ക്ഡ് ടു നീൽ ഡൗൺ. സിമ്പിൾ ആണല്ലോ. അതായത് ചെറിയ ചെറിയ കുട്ടികളോട് വന്നിട്ട്, അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ കുട്ടികളോട് വന്ന് മുട്ടിൽ നിൽക്കാൻ പറയും. കാരണം എന്താ? ഫോട്ടോ കുറച്ച് ഭംഗിയാകാൻ വേണ്ടി. സ്പോർട്സ് ഇവന്റ്സിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെ പറയാം സെന്റൻസ്: ദ ഷോർട്ടർ വൺസ് വെർ ആസ്ക്ഡ് ടു നീൽ ഡൗൺ ഇൻ ഫ്രണ്ട്.
The shorter ones were asked to kneel down in front. Okay, ചെറിയ കുട്ടികളോട് മുട്ടിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ഫോട്ടോയുടെ കാര്യത്തിന് വേണ്ടിയാണ് കേട്ടോ, വേറൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിന്റെ പാസ്റ്റ് ഫോം ഉണ്ട്, knelt. വീണ്ടും ഇതും കെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ ഉച്ചാരണം തുടങ്ങുന്നത് കെയിലല്ല, knelt എന്നാണ് വരുന്നത് കേട്ടോ. knelt. നമുക്കൊരു എക്സാമ്പിൾ കണ്ടാലോ? We knelt down for prayer. അല്ലെ, പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ മുട്ടിൽ നിന്നു. We knelt down for prayer. അല്ലെ, മുട്ടിൽ നിൽക്കുക എന്ന് വെച്ചാൽ kneel എന്നാണ്, മുട്ടിൽ നിന്നു എന്ന് വെച്ചാൽ knelt എന്നാണ്. We knelt down for prayer. അപ്പൊ രണ്ട് വാക്കുകൾ മനസ്സിലായല്ലോ, kneel and knelt. നമുക്ക് ഇനി അടുത്ത വാക്കിലേക്ക് പോവാം, deal. അതുപോലെ തന്നെ അതിന്റെ പാസ്റ്റ് ആണ് dealt. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്ന പല വാക്കുകൾക്കും പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള അർത്ഥങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഒരാൾ വലിയൊരു പ്രശ്നത്തിൽ വീണു. നമ്മൾ അയാളോട് പറയുവാണ്, യു വിൽ ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് ബൈ യുവർ സെൽഫ്. നീ തന്നെ അത് ഡീൽ ചെയ്തോണം, ഞങ്ങൾ ആരും വരില്ല. യു വിൽ ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് ബൈ യുവർ സെൽഫ്. നീ തന്നെ, കേട്ടോ, ബൈ യുവർ സെൽഫ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആരും സഹായിക്കില്ലെന്നാണ് എൻ്റെ അർത്ഥം. യു വിൽ ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് ബൈ യുവർ സെൽഫ്. എന്നാൽ ഇത് പാസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ് വാക്ക്? ഡെൽറ്റ്. അല്ലെ, കൈകാര്യം ചെയ്തു. ഹി ഡെൽറ്റ് ദ പ്രോബ്ലം ഷൂഡ്ലി. അവൻ വളരെ കണ്ണിങ് ആയിട്ട്, അവൻ വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി ആ പ്രശ്നം അവൻ ഡീൽ ചെയ്തു, അവൻ ഹാൻഡിൽ ചെയ്തു, അവൻ കൈകാര്യം ചെയ്തു എന്നാണ് അർത്ഥം. ഹി ഡെൽറ്റ് ദ പ്രോബ്ലം ഷൂഡ്ലി. വളരെ കണ്ണിങ് ആയിട്ട്, വളരെ എന്താ പറയുക, കുശാഗ്ര ബുദ്ധിയിലാണ് അവനത് ഹാൻഡിൽ ചെയ്തത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ട രണ്ട് വാക്കുകൾ എന്തൊക്കെയാണ്? ഡീൽ ആൻഡ് ഡെൽറ്റ്. നിങ്ങൾ കേട്ടില്ലേ, ദാറ്റ്സ് എ ഗുഡ് ഡീൽ അല്ലെ, അതായത് വേറൊരു യൂസേജ് ആയിട്ട് വരും. അത് നല്ലൊരു ഓഫർ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ദാറ്റ്സ് എ ഗുഡ് ഡീൽ. ഇങ്ങനെയുള്ള പല യൂസേജസും ഉണ്ട്. എന്നാൽ നമ്മൾ കണ്ടത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അർത്ഥങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോവാം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് കേട്ടോ പലർക്കും. fall and fell, ഇതിൽ ഏതാണ് പാസ്റ്റ്, ഏതാണ് പ്രസന്റ്? ചിലർക്കൊക്കെ ചില കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഒരു സിമ്പിൾ സിറ്റുവേഷൻ കാണാം കേട്ടോ. ഡോണ്ട് ഫോൾ ഡൗൺ. beware അല്ലെ, beware, don't fall down. സൂക്ഷിക്കൂ, വീഴല്ല്. കേട്ടോ, fall down. ഇതാണ് പ്രസന്റ്. fall. പലർക്കും ഇത് പാസ്റ്റ് ആയിട്ടൊക്കെ തോന്നാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡോണ്ട് ഫോൾ ഡൗൺ. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പിക്ക് ചെയ്തത്. ഡോണ്ട് ഫോൾ ഡൗൺ. ടു ഫോൾ ഡൗൺ എന്ന് വെച്ചാൽ വീഴുക എന്നാണ് അർത്ഥം കേട്ടോ. ഫോൾ എന്ന് വെച്ചാൽ എന്താണ്? വീഴുക. എന്നാൽ വീണു എന്ന് നമ്മൾ എങ്ങനെ പറയും? ഫെൽ. വീണു എന്ന് വെച്ചാൽ എങ്ങനെ പറയും? ഫെൽ. ഫോർ എക്സാമ്പിൾ, എ coconut fell down on his head. അവന്റെ തലയിൽ ഒരു തേങ്ങ വീണു. എ coconut fell down on his head. വീണു. fall down എന്ന് വെച്ചാൽ വീഴുക, fell down എന്ന് വെച്ചാൽ വീണു. കേട്ടോ, fall and fell ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. വീഴുക fall ആണ്, വീണു fell ആണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഈ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. പലരും മിസ്റ്റേക്ക് വരുന്ന കണ്ടിട്ടുണ്ട്. fall and fell. fall is present and fell is past. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് കേട്ടോ. ടേക്ക്, എടുക്കുക. ടു ടേക്ക് സംതിങ് അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് ടു ടേക്ക് സംതിങ്, എടുക്കുക. എക്സാമ്പിൾ ഇതാണ്, ടേക്ക് ഇറ്റ്, അത് എടുക്കൂ. ടേക്ക് ഇറ്റ് എന്നുള്ളത് പാസ്റ്റിലേക്ക് മാറിയാൽ എന്താവും? ടുക്ക്, എടുത്തു. ഹി ടുക്ക് ഹിസ് ബുക്ക്, അവൻ്റെ ബുക്ക് എടുത്തു. ഞാൻ ഒരാളോട് പറയുന്നു ടേക്ക് ഇറ്റ്, അവിടെ ഒരാളുടെ ബുക്ക് ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞു ടേക്ക് ഇറ്റ് ആൻഡ് ഹി ടുക്ക് ഹിസ് ബുക്ക്. ഞാൻ അവനോട് എടുക്കൂ എന്ന് പറഞ്ഞു, അവൻ്റെ ബുക്ക് എടുത്തു. ക്ലിയർ അല്ലേ? ടേക്ക് ആൻഡ് ടുക്ക്, എടുക്കുക, എടുത്തു. ഓക്കെ, അടുത്ത വാക്കാണ് ചിന്തിക്കുക, ആലോചിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ അല്ലെ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചിന്തിക്കുക, ആലോചിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? തിങ്ക് അല്ലെ, ചിന്തിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ആലോചിക്കൂ. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് പറയാം ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു അല്ലെ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം, ഞാൻ മറുപടി പറയാമെന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. ഗെറ്റ് ബാക്ക് ടു യു എന്ന് വെച്ചാൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മറുപടി പറയാം. ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. എന്നാൽ അതിൻ്റെ പാസ്റ്റ് എന്താണ്? തോട്ട്. ആലോചിച്ചു, ചിന്തിച്ചു അല്ലെ, തോട്ട്. നമുക്കൊരു ചെറിയ എക്സാമ്പിളിലേക്ക് പോവാം. ഐ തോട്ട് ഓഫ് വിസിറ്റിംഗ് ഹിം. ഞാൻ അവനെ വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. അവനെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ആരെങ്കിലും പരിചയത്തിലുള്ള ഒരാൾ സിക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ തോട്ട് ഓഫ് വിസിറ്റിംഗ് ഹിം. ഞാൻ അവനെ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ തിങ്ക് ഈസ് പ്രസന്റ്,
ആലോചിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക. തോട്ട് ഇസ് പാസ്റ്റ്, ആലോചിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു. തിങ്ക് ആൻഡ് തോട്ട്. ഡിഫറൻസ് മനസ്സിലായല്ലോ? അടുത്ത വാക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ് കേട്ടോ, ഗ്രോ. വളരുക, വളരുക. എന്നാൽ ഇതിന് വേറൊരു യൂസ് ഉണ്ട് കേട്ടോ, വളർത്തുക എന്നും പറയാം. ഗ്രോ എ ട്രീ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഗ്രോ എ ട്രീ, ഒരു മരം വളർത്തുക. അല്ലെങ്കിൽ ഗ്രോ പാഡി, അല്ലേ, നെല്ല് വളർത്തുക, നെൽച്ചെടി വളർത്തുക, ടു ഗ്രോ പാഡി. എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താണ്? ഗ്രൂ, വളർന്നു. നമുക്ക് വളരെ സിമ്പിൾ ആയൊരു എക്സാമ്പിൾ കാണാം കേട്ടോ ഇവിടെ. ഐ ഗ്രൂ അപ്പ് ഈറ്റിംഗ് സൗത്ത് ഇന്ത്യൻ ഫുഡ്. ഐ ഗ്രൂ അപ്പ് ഈറ്റിംഗ് സൗത്ത് ഇന്ത്യൻ ഫുഡ്. ഞാൻ വളർന്നു വന്ന് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടാണ്. അതായത് പലരും പറയും, ഓക്കെ, ഞാൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് എനിക്ക് ഇഷ്ടം കേട്ടോ, ഞാൻ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഇഷ്ടം. അങ്ങനെ പല ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാൻ വളർന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടാണ്, അതുകൊണ്ട് അതാണ് എനിക്കിഷ്ടം. ഐ ഗ്രൂ അപ്പ് ഈറ്റിംഗ് സൗത്ത് ഇന്ത്യൻ ഫുഡ്. ക്ലിയർ ആണല്ലോ? ഐ ഗ്രൂ അപ്പ് ഈറ്റിംഗ് സൗത്ത് ഇന്ത്യൻ ഫുഡ്. അപ്പോൾ ഗ്രോ എന്ന് വെച്ചാൽ വളരുക അല്ലെങ്കിൽ വളർത്തുക. ഗ്രൂ എന്ന് വെച്ചാൽ വളർത്തി അല്ലെങ്കിൽ വളർന്നു. ഓക്കെ, ഗ്രോ ആൻഡ് ഗ്രൂ, ഗ്രോ ആൻഡ് ഗ്രൂ. ഓൾറൈറ്റ്, ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റ് ഓഫ് വാക്കുകളിലേക്ക് പോകാം കേട്ടോ. വാക്ക് ഏതാണ്? ഹോൾഡ്, പിടിക്കുക. ഹോൾഡ്. അതിന്റെ പാസ്റ്റ് എന്തായിരിക്കും? ഹെൽഡ്. ഹോൾഡ് ആൻഡ് ഹെൽഡ്. ഓക്കെ, ഹോൾഡ് ആൻഡ് ഹെൽഡ്. അപ്പൊ നമുക്ക് ഹോൾഡിന്റെ എക്സാമ്പിൾ കാണാം. പ്ലീസ് ഹോൾഡ് ദിസ് ബാഗ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പാസ്റ്റ് എന്താണ്? ഹെൽഡ്. ഇപ്പം ഞാൻ ഒരു പെൺകുട്ടിയുടെ എക്സാമ്പിൾ പറയാം. അവൾ ഇങ്ങനെ നടന്നു പോകുന്നു, അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കും. ഇവൾക്ക് സംശയം ഇത് കള്ളന്മാരാണോ എന്ന്. ഷീ ഹെൽഡ് ദ പേഴ്സ് ടൈറ്റ്. അവള് പേഴ്സ് മുറുക്കെ പിടിച്ചു. ഷീ ഹെൽഡ് ദ പേഴ്സ് ടൈറ്റ്. കാരണം അവൾക്കൊരു സംശയം ഉള്ളത് കൊണ്ടല്ലേ. അപ്പം ഷീ ഹെൽഡ് ദ പേഴ്സ് ടൈറ്റ്. അപ്പം നമ്മൾ കണ്ട രണ്ട് വാക്കുകൾ ഹോൾഡ് ആൻഡ് ഹെൽഡ്. പിടിക്കുക, പിടിച്ചു. അപ്പോൾ നമ്മളിന്ന് 20ഓളം വാക്കുകൾ പഠിച്ചു കേട്ടോ. 10 പാസ്റ്റ് ഫോമാണ് പഠിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞതല്ലാതെ പുതിയ പുതിയ എക്സാമ്പിൾസും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഡെയിലി യൂസ് ചെയ്യാവുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും എഴുതുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചുകൂടെ ഡെവലപ്പ് ആകാൻ വേണ്ടി പോകുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറോട് നേരിട്ട് സംസാരിച്ച് വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ഓഡിയോ കോളിലൂടെ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാഡറിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വി ഹാവ് എ കോഴ്സ് കോൾഡ് ഇംഗ്ലീഷ് മെന്ററിങ്. അപ്പോൾ ഇംഗ്ലീഷ് മെന്ററിംഗിൽ നിങ്ങൾ എൻറോൾ ചെയ്താൽ ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറുമായിട്ട് സംസാരിച്ച് വീഡിയോ കോളിലൂടെ കണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കണ്ട നമ്പറിൽ വിളിച്ച് നമ്മുടെ കോഴ്സ് അഡ്വൈസറോട് സംസാരിച്ചോളൂ. അവർ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് നമുക്കുള്ളത്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് അവർ നിങ്ങളെ സഹായിക്കും. സോ തുടർന്നും ഇംഗ്ലീഷ് ലാറിൻ്റെ വീഡിയോസ് കാണുക, നിങ്ങളുടെ കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ് വിത്ത് us. Wish you all a good day.